നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സെപ്റ്റംബറിൽ തുറക്കുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. കൂടുതൽ മൃഗങ്ങളെ 2 മാസത്തിനുള്ളിൽ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുമെന്നും മന്ത്രി. ഇല്ലായ്മയുടെ തിരയടിയുമായി വീണ്ടും ട്രോളിംഗ് നിരോധന കാലം. നാളെ അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. പിറ്റിലപ്പാറ പ്ലാന്റേഷൻ 17ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലി ഇറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വനം വകുപ്പ്. രാത്രികാലത്ത് എല്ലായിടത്തും പട്രോളിംഗ് ഏർപ്പെടുത്തിയതായി വാഴച്ചാൽ DFO IS സുരേഷ് ബാബു. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളും റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്നും 7.5 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് പാസ് അനുവദിച്ചു. ആധാർ കാർഡ്, RC ബുക്ക് എന്നിവയുടെ കോപ്പിയും ഫാസ്ടാഗ് നമ്പറും എത്തിച്ചാൽ ഫോം പൂരിപ്പിച്ച് നൽകും. വരന്തരപ്പള്ളിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. കണ്ണാറ കരടികള തെങ്ങനാൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ 36 വയസ്സുള്ള ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചലച്ചിത്ര നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോയുടെ സംസ്കാരം നാളെ മുണ്ടൂരിൽ നടക്കും. ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ സേലം നല്ലമ്പള്ളിയിലുണ്ടായ വാഹനാപകടത്തിലാണ് ചാക്കോ മരിച്ചത്. ബലിപ്പെരുന്നാളിന്റെ പ്രധാന ചടങ്ങായ ഉള്ളൂഹിയത്ത് ചാവക്കാട് തിരുവത്ര പുതിയറ DRM കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി. മഹലിലെ മുഴുവൻ വീടുകളിലേക്കും മാംസം വിതരണം ചെയ്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി തിരുനാളിനോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി കോടതിയിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ബാർ അസോസിയേഷനും സംഘടിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണ വാരാഘോഷം മുൻസിഫ് TK യഹിയ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC എൽദോൺ അധ്യക്ഷനായിരുന്നു. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ വിശുദ്ധ മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ആയിരങ്ങളെത്തി. തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികനായി. തൃശൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. മെറീന പോൾ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്തിലെ പട്ടിക്കാട് 3ാം വാർഡിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് PG ബേബി അധ്യക്ഷത വഹിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ചെറിയാൻ മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. 50-ൽ പരം കുട്ടികൾ ചികിത്സ തേടി. കുട്ടികൾക്ക് നൽകിയ പാലിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്ന് കരുതുന്നു. തെരുവു നായ്ക്കളെ മാരകമായി വെട്ടിപ്പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. ഭീകരവാദ സംഘടനകളുടെ ആയുധ പരിശീലനമെന്ന ആശങ്ക, ഭീതിയിൽ ജനം. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിലെ ഇറച്ചിക്കടയിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കിട്ടിയതായി പരാതി. വരാക്കര സ്വദേശി വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കിട്ടിയത്. പുതുക്കാട് പോലീസിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകി. എരുമപ്പെട്ടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ കരിയന്നൂർ കൊട്ടേക്കാട് വീട്ടിൽ വിനോദിനാണ് പരിക്കേറ്റത്. തൃശൂർ നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളുടെ ബലക്ഷമതാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിയാറായി. ഈ സാഹചര്യം വിനിയോഗിച്ച് ഇത്തരം കെട്ടിടങ്ങൾക്കെതിരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ. നിർമ്മാണത്തിൽ അഴിമതിയെന്ന ആരോപണം. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്ന് അരിമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. തോളൂർ പഞ്ചായത്തിലെ മുള്ളൂർക്കായൽ റോഡരികിന്റെ സൗന്ദര്യവൽക്കരണം തുടങ്ങി. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തുടരുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ചായപ്പൻകുഴി സെന്റ് ആന്റണീസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘ് എളനാട് യൂണിറ്റ് വാർഷിക സമ്മേളനം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SSLC+2 വിജയികളെ സമ്മേളനത്തിൽ ആദരിച്ചു. തൃശൂർ വടൂക്കര ശ്രീനാരായണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 600-ൽ പരം കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നെടുപുഴ സബ് ഇൻസ്പെക്ടർ PK ബാബു ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.